ഇപ്പോൾ നമ്മുടെ ന്യൂനമർദ്ദം ഒറീസയോട് ചേർന്നിട്ടുള്ള ഛത്തീസ്ഗഡിലുമാണ്. അത് കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് സിസ്റ്റം മൂവ് ചെയ്യുന്നത് പടിഞ്ഞാറേക്ക്. അപ്പൊ അത് പടിഞ്ഞാറേക്ക് നീങ്ങുന്നതിനനുസരിച്ച് നമുക്ക് വടക്കൻ കേരളത്തിൽ മഴ കൂടാനുള്ള സാധ്യതയാണ്. അതുകൊണ്ടാണ് ഇന്ന് വടക്കൻ കേരളത്തിലേക്ക് 4 ജില്ലകളിൽ നമ്മൾ ഓറഞ്ച് അലേർട്ട് കൊടുത്തിരിക്കുന്നത്. മധ്യ കേരളത്തിൽ മഴ തുടരുന്നുണ്ട്. പല സ്ഥലങ്ങളിലും നല്ല മഴയുണ്ട് രാവിലെ മുതൽ തന്നെ. അപ്പൊ അതുകൊണ്ട് യെല്ലോ അലേർട്ടിനുള്ള അത്രയും മഴ പക്ഷെ പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ മഴ നമ്മൾ പ്രതീക്ഷിക്കുന്നത് വടക്കൻ കേരളത്തിലാണ്. നാളെയോടുകൂടി നമുക്ക് കേരളത്തിൽ ഇതിന്റെ ഇൻഫ്ലുവൻസ് കുറയും, മഴയുടെ അളവിൽ ഗണ്യമായ കുറവ് വരികയും ചെയ്യും. വടക്കൻ ജില്ലകളിൽ മാത്രമായിട്ട് മഴ ഒതുങ്ങാനുള്ള സാധ്യതയാണ്. തെക്കൻ കേരളത്തിൽ ഇനിയിപ്പോ പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരു വലിയൊരു ഹെവി റെയിൻഫോൾ എപ്പിസോഡിനുള്ള സാധ്യത കാണുന്നില്ല വരുന്ന ഒരു 5 ദിവസത്തിനകത്ത്. മാഡം, അതുപോലെ തന്നെ ഈ ശക്തമായ കാറ്റൊക്കെ തന്നെ വലിയ വെല്ലുവിളിയാണ്. അത് ഈ മത്സ്യത്തൊഴിലാളികളെയൊക്കെ തന്നെ സംബന്ധിച്ചിടത്തോളമാണെങ്കിലും അവർക്ക് വളരെ ആശങ്കയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇനിയും അവർക്കുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. നാളെ വരെയാണെന്ന് തോന്നുന്നു മത്സ്യബന്ധന തൊഴിലാളികൾക്കുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതെങ്ങനെയാണ് മാഡം? നാളെയും മാത്രം. അതിനുശേഷം നമ്മളുടെ ഈ പറഞ്ഞ ന്യൂനമർദ്ദം ബോംബെ മഹാരാഷ്ട്ര തീരത്തോടെ വടക്കോട്ട് ഗുജറാത്തിലേക്ക് നീങ്ങുന്നതോടുകൂടി തെക്കേ ഇന്ത്യയിൽ അതിന്റെ സ്വാധീനം വളരെ കുറയും, കാറ്റിന്റെയൊക്കെ ശക്തി കുറയും. കടല് ഇപ്പൊ പ്രക്ഷുബ്ധമായിരിക്കുന്ന കടല് കുറച്ചുകൂടി ശാന്തമാവുകയും ചെയ്യും. അതോടുകൂടി മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം പിൻവലിക്കാൻ പറ്റും. അപ്പൊ ഇന്നും നാളേക്ക് മാത്രമാണ് മത്സ്യത്തൊഴിലാളികൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.